പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, മിനർവയുടെ പുതിയ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇനി വരുന്ന പരീക്ഷകളായിട്ടുള്ള, അതായത് അസിസ്റ്റൻ്റ് പ്രസന്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, CPO പരീക്ഷ, ഈ തുടങ്ങിയ പരീക്ഷകൾക്ക്, അതായത് ഭരണഘടനയിൽ നിന്നും 8 മാർക്കാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും, അതായത് ഈ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പുതിയ മാറിയ സ്കൂൾ പാഠപുസ്തകത്തിലെ ഫാക്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തി, പിന്നീട് കറണ്ട് അഫെയർസ്, അതായത് റിലേറ്റഡ് കറണ്ട് ഫാക്ട്സിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ക്ലാസ് കൊണ്ടുപോകാം. നിങ്ങൾ ബോർഡിലൊരു ചോദ്യം കാണുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം 3 പരീക്ഷകൾക്ക് വന്ന ചോദ്യമാണ്, PSC ചോദിച്ച ചോദ്യമാണ്. അതായത് പ്രസ്താവന രീതിയിൽ ചേരുംപടി ചേർക്കുക എന്ന പുതിയ പാറ്റേണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇത് വന്നിരിക്കുന്നത്, അതായത് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള, എപ്പോഴും PSCയുടെ പരീക്ഷകൾക്ക് ഒന്നിലധികം ചോദ്യങ്ങൾ വരാറുള്ള ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഈ ബോർഡിൽ കാണുന്ന ഈ ചോദ്യം ആദ്യം വായിച്ചു നോക്കാം. അതിനുശേഷം അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. അതിനുശേഷം നമുക്ക് പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് നിരന്തരമായി ചോദിക്കാൻ സാധ്യതയുള്ള ഭേദഗതികളെ അടിസ്ഥാനപ്പെടുത്തി, സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭേദഗതികളെ അടിസ്ഥാനപ്പെടുത്തി, അതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് ഫാക്ട്സ് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ക്ലാസ് കൊണ്ടുപോകാം. അപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾ ഈ മിനർവയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസിനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് ഈ നോട്ട്, അതായത് ക്ലാസ് കഴിഞ്ഞ് ഈ നോട്ട് ടെലഗ്രാമിൽ പ്രധാനമായിട്ടും ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ചേരുംപടി ചേർക്കുക, ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ. ഇവിടെ ഇതിൽ ശരിയായത് ഏത് എന്നാണ് പ്രധാനമായിട്ടും PSC ചോദിച്ച ചോദ്യം. അപ്പോൾ 4 ഭേദഗതികൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഭേദഗതികളുമായി ബന്ധപ്പെട്ട് അതിനെ കണക്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം 42ാം ഭേദഗതി. അപ്പോൾ ഈ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് ഇതിൽ? അതായത് 42ാം ഭേദഗതി നമുക്കറിയാം, സിമ്പിളായിട്ട് എപ്പോഴും ചോദിക്കുന്നത് ചെറിയ ഭരണഘടന, ശരിയാണ്. ഇനി ഇത് അടുത്ത പട്ടികയിൽ ശരിയായത് ഏതാണ് എന്ന് ചോദിച്ചാൽ, അതായത് മൗലിക കടമകൾ, അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് 1976 42ാം ഭേദഗതിയിലൂടെയാണ്. അതായത് മൗലിക കടമകൾ ഭരണഘടനയുടെ 4A എന്ന് പറയുന്ന ഭാഗത്താണ് പരാമർശിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ 10 മൗലിക കടമകൾ ഉണ്ടായിരുന്നു. നിലവിലാകെ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11 എന്നുള്ള കാര്യം ഓർക്കുക. ഇതൊക്കെ ജനറലായിട്ട് PSC ചോദിച്ചുള്ളതാണ്. ഇനി അടുത്തത് 44ാം ഭേദഗതിയാണ്. അപ്പോൾ 44ാം ഭേദഗതി എപ്പോഴും ചോദിക്കുന്നത്, അതായത് വകുപ്പ് 300 ആണ്, 300A ആണ്. നമുക്കറിയാം വകുപ്പ് 300A, അതായത് നിരന്തരമായി PSC ചോദിക്കുന്ന ചോദ്യം. അതായത് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഏത് ഭേദഗതി വഴി? 1978 44ാം ഭേദഗതി വഴി. നിയമാവകാശമായി സ്വത്തവകാശത്തെ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ ഏത്? വകുപ്പ് 300A, ആർട്ടിക്കിൾ 300A. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത പട്ടികയിൽ ശരിയായിട്ടുള്ളത് 1978, അതായത് 1978 44ാം ഭേദഗതി എന്നുള്ളത്. ഇനി അടുത്തത് 73ാം ഭേദഗതി. എപ്പോഴും 73ാം ഭേദഗതി, അതായത് അങ്ങനെ ജനറലായിട്ട് ചോദിക്കും, ഈ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് നിരന്തരം ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പോൾ അതിൽ ഏതാണ് ശരിയായത്? 9ാം പട്ടിക ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തതാണ്. പിന്നീട് ത്രിതല പഞ്ചായത്ത് എപ്പോഴും ചോദിക്കുന്നത്, അതാണ് ഈ പട്ടികയിൽ ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത് 4ാമത്തെ 86ാം ഭേദഗതിയാണ്. ഈ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? എപ്പോഴും PSC ചോദിക്കാറുള്ളത് വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 21A ആണ്. അതായത് 21A എന്താണ്? വിദ്യാഭ്യാസ അവകാശം. അതായത് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പു നൽകുന്നു. ഇവിടെ ശരിയായത് അടുത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം മൗലിക അവകാശം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യനിൽ ശരിയായ A, B, C, D എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്.
നമ്മളിതിൽ ശരിയായ മൊത്തം കാര്യങ്ങളും മാർക്ക് ചെയ്തു. അപ്പോൾ ശരിയായതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ശരിയായിട്ടുള്ളത്. ഇനി നമുക്ക് 42-ാം ഭേദഗതി, 44-ാം ഭേദഗതി, 73-ാം ഭേദഗതി, അതുമായി ബന്ധപ്പെട്ടുള്ള 74-ാം ഭേദഗതി, 86-ാം ഭേദഗതി തുടങ്ങിയവകൾ പഠിക്കാം. അതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച സ്കൂൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അതുപോലെ തന്നെ കറണ്ട് ഫാക്ട്സിനെ അടിസ്ഥാനപ്പെടുത്തി ക്വസ്റ്റ്യൻ നോക്കാം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലാസ് കൊണ്ടുപോകാം. അപ്പോൾ ആദ്യം നമുക്ക് 42-ാം ഭരണഘടനാ ഭേദഗതി എടുക്കാം. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയിലേക്ക് ചില ആശയങ്ങൾ കാലാനുസൃതമായി കൂട്ടിച്ചേർക്കും. ചില ആശയങ്ങൾ അത് കാലഹരണപ്പെട്ടതാണെങ്കിൽ ഭരണഘടനയിൽ നിന്നും അത് മാറ്റം വരുത്തണമെങ്കിൽ അതിനെ പ്രധാനമായിട്ടും എടുത്തു മാറ്റും. അപ്പോൾ ഇതിങ്ങനെ, അതായത് ചില ആശയങ്ങളെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്, ചില ആശയങ്ങളെ ഭരണഘടനയിൽ നിന്നും എടുത്തു മാറ്റി പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തി എന്ന് ചോദിച്ചാൽ ഭരണഘടനാ ഭേദഗതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? PSCയുടെ ചോദ്യം. ഭാഗം 20. ഏതാണ്? ഭാഗം 20. ഇവിടെ അതായത് പുതിയ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ അധികാര വിന്യാസം എന്ന് പറയുന്ന ചാപ്റ്റർ 9-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ടൊരു അധ്യായമാണ് ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നുള്ളത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഈ ഭാഗം 20-ൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് ഈ അടുത്ത് നടന്ന പരീക്ഷകൾക്കും അതുപോലെ തന്നെ NCA വിജ്ഞാപന പ്രകാരം നടന്നിട്ടുള്ള ഒരു LP പരീക്ഷയ്ക്കും ചോദിച്ച ചോദ്യമാണത്. അതായത് ചോദ്യം ഇങ്ങനെ: ഭാഗം 20-ൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രമേത്? ഭാഗം 20-ൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രമേത്? ഹിമാലയത്തിൻ്റെ ചിത്രമാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ ഹിമാലയത്തിൻ്റെ ചിത്രം. ഇനി ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? നിരന്തരം ചോദിക്കാറുള്ളത് ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 ഭേദഗതിയെ സംബന്ധിച്ചുള്ള ഭാഗം 20. ഭേദഗതിയെ സംബന്ധിച്ചുള്ള ഭാഗം 20-ൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രം അത് ഹിമാലയത്തിൻ്റെ ചിത്രം. പിന്നീട് ഭേദഗതിയെ സംബന്ധിച്ചു പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 368. ഇനി ഈ ഭേദഗതി എന്ന ആശയം, അതായത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഭരണഘടനയിൽ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. ജനറലായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കും. ഇനി നമ്മുടെ ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം LGS നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത്, LD നിലവാരത്തിലും ചോദിച്ചിട്ടുണ്ട്. അതായത് ഭരണഘടനയെ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് പാർലമെൻറ്റിനാണ്. ഇന്ത്യൻ പാർലമെൻറ്റിനാണ് ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം. ഇവിടെ നിന്നും PSC ചോദിച്ചു. അതായത് പാർലമെൻറ്റിനെ സംബന്ധിച്ചു പരാമർശിച്ചിട്ടുള്ള ഭരണഘടനയുടെ ഭാഗമേത്? ഭാഗം 5 ഭാഗം 5. ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 79 മുതൽ 122 വരെ പാർലമെൻറ്റ് എന്ന ആശയത്തെപ്പറ്റി പാർലമെൻറ്റിനെ സംബന്ധിച്ചു പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 79 മുതൽ 122 വരെ ഭരണഘടനയുടെ ഭാഗം 5-ലാണ്. ഇനി നമ്മുടെ ഭരണഘടനയെ ആകെ ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആകെ ഇതുവരെ എത്ര തവണ? PSCയുടെ ചോദ്യമാണ്. 106 തവണയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ ആകെ ഇതുവരെ ഭേദഗതി ചെയ്തിട്ടുള്ളത്. 106 തവണ. അതായത് 106 തവണ ഭേദഗതി ചെയ്തു. 106-ാം ഭേദഗതി ചോദിച്ചിട്ടുള്ളതാണ്. എന്തിനെ സംബന്ധിച്ചാണ്? അതായത് വനിതാ സംവരണം, നാരി ശക്തി വന്ദൻ അധിനിയം, ലോക്സഭയിൽ, സംസ്ഥാന നിയമസഭയിൽ, ഡൽഹി നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് ആകെ സീറ്റിൻ്റെ 33% അല്ലെങ്കിൽ 1/3 സംവരണമായി അനുവദിക്കുന്ന പ്രധാനപ്പെട്ട നിയമമാണ് വനിതാ സംവരണ നിയമം അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം. ഈ 106-ാം ഭേദഗതിക്ക് അതായത് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയ വർഷം PSCയുടെ ചോദ്യമാണ്. എന്നാണ്? 2023 സെപ്റ്റംബർ 28-നാണ്. എന്നാണ്? 2023 സെപ്റ്റംബർ 28. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയെ ആകെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അത് 106 തവണയാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതൊരൊറ്റ തവണ. ശ്രദ്ധിക്കണം, ഭരണഘടനയെ 106 തവണ,
ആമുഖത്തെ എത്ര തവണയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ, ഓർത്തിരിക്കുക. ഇനി നമുക്കറിയാം, അതായത് ഭരണഘടനാ ഭേദഗതിയിലൂടെ, അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, തുടക്കത്തിലുണ്ടായിരുന്ന ആശയങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് ഇന്ത്യൻ ഭരണഘടന PSCയുടെ ചോദ്യമാണ്, കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ട് ആകെ പ്രധാനമായിട്ടും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ എത്രാമത് വാർഷികമാണ് 2025 രാജ്യം ആഘോഷിച്ചത്? PSCയുടെ ചോദ്യം. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ 2025 ജനുവരി 26 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് എത്ര നാളായി? അതായത് 75 വർഷം പൂർത്തിയാകുന്നു. എത്ര നാളായി? 75 വർഷം. PSCയുടെ ചോദ്യമാണ്. ഇനി നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ, അതായത് ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നു. നിലവിൽ വന്നപ്പോൾ ആകെ എത്ര ആർട്ടിക്കിളുകൾ, അനുച്ഛേദങ്ങൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു. എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു? 8 പട്ടികകൾ ഉണ്ടായിരുന്നു. എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 395 ആർട്ടിക്കിൾ, 8 പട്ടിക, 8 ഷെഡ്യൂൾ അല്ലെങ്കിൽ 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. നിലവിലാകെ എത്ര ആർട്ടിക്കിൾ ഉണ്ട്? 470 ആർട്ടിക്കിൾ ഭരണഘടനയിലുണ്ട്. എത്ര പട്ടികയുണ്ട്? 12 പട്ടികയുണ്ട്. എത്ര ഭാഗങ്ങളുണ്ട്? 25 ഭാഗങ്ങൾ ഒക്കെയാണ്. അപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ആർട്ടിക്കിളുകളോ, തുടക്കത്തിലുണ്ടായിരുന്ന പട്ടികകളോ, തുടക്കത്തിലുണ്ടായിരുന്ന ഭാഗങ്ങളോ അല്ല നമ്മുടെ ഭരണഘടനയിൽ നിലവിലുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. ഭരണഘടനാ ഭേദഗതിയുടെ മാറ്റം വരുത്തി നിലവിൽ ആർട്ടിക്കിളുകളിൽ വർധനവ് വന്നു, പാർട്ടിൽ വർധനവ് വന്നു, ഷെഡ്യൂളിൽ വർധനവ് വന്നു എന്നുള്ളതാണ്. ഒക്കെയാണ്. ഇതെല്ലാം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. ഇനി നമുക്ക് ഈ 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം. നമുക്കറിയാം, 1976 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല്, ഇത് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. +2 നിലവാരത്തിലുള്ള, അതായത് ഫയർമാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഈ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല്, അതായത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് HR ഗോഖലെ എന്ന് പറയുന്ന വ്യക്തിയാണ്. HR ഗോഖലെ എന്ന് പറയുന്ന വ്യക്തി. ഇനി ഈ 42ാം ഭേദഗതിക്ക് ശുപാർശ ചെയ്ത, 42ാം ഭേദഗതി നിലവിൽ വരുന്നതിന് കാരണമായി 42ാം ഭേദഗതിക്ക് വേണ്ടി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? അത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. ഇവിടെ നിന്നും PSC ചോദിച്ച മറ്റൊരു ചോദ്യം, ഈ സ്വരൺ സിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഏക മലയാളി ആര്? സ്വരൺ സിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഏക മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് CM സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. CM സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഏക മലയാളിയാണ് CM സ്റ്റീഫൻ. CM സ്റ്റീഫൻ്റെ പ്രത്യേകത വീണ്ടും PSCയുടെ ചോദ്യമാണ്. അതായത് ലോക്സഭയുടെ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് CM സ്റ്റീഫനാണ്. ലോക്സഭയുടെ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ആദ്യ മലയാളിയാണ് ആര് എന്ന് ചോദിച്ചാൽ CM സ്റ്റീഫനാണത്. ഇനി വീണ്ടും പരീക്ഷകൾക്ക് ചോദിച്ചത്, ലോക്സഭയുടെ കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദിച്ചത്, ലോക്സഭയുടെ നിലവിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആര്? ലോക്സഭയുടെ നിലവിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമായും രാഹുൽ ഗാന്ധിയാണ് നിലവിലെ ലോക്സഭയുടെ അംഗീകൃത പ്രതിപക്ഷ നേതാവായിട്ടുള്ളത്. അപ്പോൾ വീണ്ടും PSCയുടെ ചോദ്യം, രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ റായ് ബറേലി ഉത്തർപ്രദേശാണ്. റായ് ബറേലി ഉത്തർപ്രദേശാണ്. അതായത് കഴിഞ്ഞ 18ാമത് ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതായത് 2 മണ്ഡലങ്ങളിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ജനവിധി തേടിയത്. ഒന്ന് നമ്മുടെ കേരളത്തിലുള്ള വയനാട് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലവും 2 ഉത്തർപ്രദേശിലുള്ള റായ് ബറേലി എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലവുമാണ്. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടി വിജയിച്ചു. 2 മണ്ഡലങ്ങളിൽ നിന്ന് ഒരേ സമയം തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ പ്രധാനമായിട്ടും പാർലമെൻറ്റിൻ്റെ ചട്ടങ്ങൾ പ്രകാരം ഒരു വ്യക്തി ഒരേ സമയം പ്രധാനമായിട്ടും 2 ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു വിജയിച്ചാൽ
6 മാസത്തിനകം അദ്ദേഹം ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിലെ MP സ്ഥാനം രാജിവെച്ചിരിക്കണം. ഇല്ല എങ്കിൽ പാർലമെൻറ്റിൻ്റെ അംഗത്വം അദ്ദേഹത്തിന് നഷ്ടമാകും. ആ സാഹചര്യത്തിൽ തന്നെ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? അതായത് വയനാട് ലോക്സഭാ മണ്ഡലം, ആ മണ്ഡലത്തിലെ MP സ്ഥാനം രാജിവെച്ചു. റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിലെ MP സ്ഥാനം അദ്ദേഹം നിലനിർത്തി. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അതായത് നിലവിൽ അദ്ദേഹം ഏത് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് റായ്ബറേലി ഉത്തർപ്രദേശാണ്. അപ്പോൾ നിലവിൽ അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് എന്നും കൃത്യമായിട്ട് ഓർക്കുക. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ്. ഇനി ഈ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയതെന്ന് 1976 എന്നാണ് എന്ന് ചോദിച്ചാൽ 1976. ഇനി ഈ ഭേദഗതി ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഇതും PSCയുടെ ചോദ്യം. 1977 ജനുവരി 3-നാണ്. 1977 ജനുവരി 3-നാണ് ഭേദഗതി ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. 42ാം ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3. ഇനി 42ാം ഭേദഗതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്തായിരുന്നു? വീണ്ടും PSCയുടെ ചോദ്യം. 42ാം ഭേദഗതിയുടെ ലക്ഷ്യമെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സമഗ്രമായ മാറ്റം. എന്താണ്? സമഗ്രമായ മാറ്റമായിരുന്നു ലക്ഷ്യം. വീണ്ടും 42ാം ഭേദഗതി നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതി 42ാം ഭേദഗതി നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. എന്ന് ചോദിച്ചാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പിന്നീട് PSC ഭരണഘടനാ ഭേദഗതിയിൽ നിന്നും ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യം, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ചോദ്യം, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി, അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറിയ ഭരണഘടന, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏത്? അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇതൊക്കെയും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ആ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനാ രീതിയിലും അല്ലാതെയും PSC ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ആ 42ാം ഭേദഗതി പ്രകാരം നമ്മുടെ ഭരണഘടനയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊന്ന് നോക്കാം. അതിൽ വന്ന ഒന്നാമത്തെ മാറ്റമാണ്, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി. അങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ചോദിച്ചാൽ അത് 42ാം ഭേദഗതിയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? 42ാം ഭേദഗതി. ആമുഖത്തെ നേരത്തെ നമ്മൾ പറഞ്ഞു ഒറ്റത്തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആമുഖത്തെ ഭേദഗതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക, അവിടെ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും ആമുഖത്തിൽ എന്ത് തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്? പ്രസ്താവനാ രീതി അല്ലാതെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് സ്കൂൾ പാഠപുസ്തകത്തിൽ അതായത് പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ള അതേ ഫാക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മൾ പോകുന്നത്. മുൻവർഷ ചോദ്യങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്, അതായത് ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. ഏതു ഭേദഗതി വഴി? 42ാം ഭേദഗതി വഴി. അപ്പോൾ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര അതായത് സോവറിൻ, സ്ഥിതിസമത്വ സോഷ്യലിസം, മതേതരത്വ അതായത് സെക്കുലറിസം, ജനാധിപത്യ അതായത് ഡെമോക്രസി, റിപ്പബ്ലിക് എന്നാക്കി മാറ്റി എന്നുള്ളതാണ്. അതാണ് ആമുഖവുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി മാറ്റം വന്നിട്ടുള്ളത്. ഇനി 42ാം ഭേദഗതി വഴി ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ, നിങ്ങൾ പരീക്ഷ എഴുതിയവരായിട്ട് ഉള്ളവർ, ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരായിട്ട് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എപ്പോഴും PSCക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ 42ാം ഭേദഗതി വഴി ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെ? 1 സ്ഥിതിസമത്വമാണ്, സോഷ്യലിസമാണ്. 2 മതേതരത്വമാണ്, സെക്കുലറിസമാണ്. 3 അഖണ്ഡതയാണ്, ഇൻ്റഗ്രിറ്റിയാണ്. അപ്പോൾ 42ാം ഭേദഗതി വഴി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ ഏതൊക്കെ? 1 സ്ഥിതിസമത്വം, 2 മതേതരത്വം,
3 അഖണ്ഡത എന്നീ വാക്കുകളാണ്. ഇനി 42-ാം ഭേദഗതിയിലൂടെ, അതായത് രണ്ടാമത്, അതിൽ പ്രധാനമായിട്ടും ആദ്യം ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. അപ്പോൾ എന്താണ് മാറ്റം വന്നത്? പരമാധികാര, സ്ഥിതിസമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. ഇനി രണ്ടാമത് മാറ്റം വന്നതോ 42-ാം ഭേദഗതി വഴി ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു? സ്ഥിതിസമത്വം, മതേതരത്വം, അഖണ്ഡത. ഇനി 42-ാം ഭേദഗതി വഴി, അതായത് ഭാഗം 3 നമുക്കറിയാം മൗലിക അവകാശങ്ങളാണ്. അതായത് ഒരു പൗരൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ചു പരാമർശിച്ചിരിക്കും. അപ്പോൾ ഈ 42-ാം ഭേദഗതിയിലൂടെ ഭാഗം 3 കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ചോദിച്ചാൽ 31D, 32A ഡിഗ്രി ലെവൽ പരീക്ഷ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം 31D, 32A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ ആർട്ടിക്കിൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുകളെ ആ ആശയങ്ങൾ മുഴുവൻ നമ്മൾ പഠിച്ചു പോകുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ 42-ാം ഭേദഗതിയിലൂടെ ഭാഗം 3 കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിളാണ് 31Dയും 32A എന്ന് പറയുന്ന ആർട്ടിക്കിളും. ഭാഗം 3 എന്താണ്? മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? 12 മുതൽ 35 വരെയാണ്. ഈ അടുത്ത് PSC, അതായത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട്, അതായത് മാറിയ സ്കൂൾ പാഠപുസ്തകം 8ാം ക്ലാസ് സ്കൂൾ പാഠപുസ്തകത്തിലെ അതിലെ യൂണിറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങൾ, കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു അധ്യായത്തിൽ നിന്നും ചോദിച്ചൊരു ചോദ്യം എങ്ങനെ? ഈ ഭാഗം 3 മൗലികാവകാശങ്ങളാണല്ലോ. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണല്ലോ മൗലികാവകാശങ്ങൾ. അപ്പോൾ ഈ ഭാഗം 3 രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ഇങ്ങനെ, PSC ഇങ്ങനെയാണ് ചോദ്യം പൂർണ്ണ രൂപത്തിൽ പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിലെ ഭാഗം 3 രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രമേത് എന്ന് ചോദിച്ചാൽ, അതായത് ശ്രീരാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ചിത്രം. ഏതാണ്? ശ്രീരാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ചിത്രം. 2 ചിത്രങ്ങളെപ്പറ്റി ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഒന്ന് ഭാഗം 20 ഭരണഘടനാ ഭേദഗതി, അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രമേത്? ഹിമാലയത്തിൻ്റെ ചിത്രം. ചോദ്യമാണ് പുതിയ പാഠപുസ്തകം. ഇനി ഭാഗം 3 പ്രധാനമായിട്ടും മൗലിക അവകാശങ്ങൾ, അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രമേത്? ശ്രീരാമൻ്റെ, സീതയുടെ, ലക്ഷ്മണൻ്റെ ചിത്രം. ഇനി 42-ാം ഭേദഗതി വഴി അടുത്ത മാറ്റങ്ങൾ നോക്കാം. ഭാഗം 4, അതായത് 3 ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4 3 ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഭാഗം 4 എന്തിനെ സംബന്ധിച്ചാണ്? ഭാഗം 3 പറഞ്ഞു മൗലികാവകാശം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം 4 ഭരണഘടനയിൽ എന്തിനെ സംബന്ധിച്ചാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസാണ്. അപ്പോൾ ഈ ഭാഗം 4 രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രമേത് എന്ന് ചോദിച്ചാൽ, അത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകുന്നു. ഭാഗം 4 രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രം കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകുന്ന ചിത്രമാണ്. ഇനി പ്രധാനമായിട്ടും ഈ ഭാഗം 4 ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്? ഏതൊക്കെ അനുച്ഛേദങ്ങളാണ്? ഒന്ന്, ആർട്ടിക്കിൾ 39A കൂട്ടിച്ചേർത്തത് 42-ാം ഭേദഗതി വഴിയാണ്. 39A, അതായത് ആർട്ടിക്കിൾ 39A എന്തിനെ സംബന്ധിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്? ഈ അടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്കും ചോദിച്ചതാണ്, നിരന്തരമായി ചോദിക്കുന്നത്. 39 ക്യാപിറ്റൽ Aയിൽ എന്തിനെ സംബന്ധിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും തുല്യനീതിയും ഉറപ്പുവരുത്തണം എന്ന് പരാമർശിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ്, കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ A. അതായത് പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും തുല്യനീതിയും ഉറപ്പുവരുത്തണം. ആ ആർട്ടിക്കിളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വിശദമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നീട് 42-ാം ഭേദഗതി വഴി 4-ാം ഭാഗത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് 43A എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് 43A എന്ന് പറയുന്ന ആർട്ടിക്കിൾ പരാമർശിച്ചിരിക്കുന്നത് വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഇനി 48Aയും ഏത് ഭേദഗതി വഴി കൂട്ടിച്ചേർത്തതാണ്? 42-ാം ഭേദഗതി വഴി കൂട്ടിച്ചേർത്തതാണ്. അതായത്
പ്രധാനമായിട്ട് ഇതും PSC നിരന്തരം ചോദിക്കുന്നത് 48A എന്തിനെ സംബന്ധിച്ചു പരാമർശിച്ചിരിക്കുന്നു. അതായത് പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി, തടാകങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48A. ഭാഗം 4-ൽ 3 ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തത് 42-ാം ഭേദഗതി വഴി 39A എന്ന ആർട്ടിക്കിൾ, 43A എന്ന ആർട്ടിക്കിൾ, 48A എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇനി ഇവിടെ നിന്നും വീണ്ടും PSC ചോദിക്കുന്നു, സ്റ്റേറ്റ് ലിസ്റ്റിലെ 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. നമുക്കറിയാം ഭരണഘടനാ വിഷയങ്ങളെ 3 ലിസ്റ്റുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയുടെ ഭരണഘടന, കൺകറൻറ്റ് ലിസ്റ്റ് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയൻ ഭരണഘടന. അവശിഷ്ട അധികാരങ്ങൾ എവിടെ നിന്നാണ്? അതും PSCയുടെ ചോദ്യമാണ്. അവശിഷ്ട അധികാരങ്ങൾ അതെവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് അവശിഷ്ട അധികാരങ്ങളും കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. വീണ്ടും PSCയുടെ ചോദ്യമാണ്, ഈ അവശിഷ്ട അധികാരങ്ങളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? അവശിഷ്ട അധികാരങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ 248 എന്ന ആർട്ടിക്കിളാണ് അവശിഷ്ട അധികാരങ്ങളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ. അവശിഷ്ട അധികാരങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഈ യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലോ ഇല്ലാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് പാർലമെൻറ്റിന് അതിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അതാണ് അവശിഷ്ട അധികാരങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ വീണ്ടും PSC ഇതൊക്കെ കണക്റ്റിംഗ് ഫാക്റ്റായിട്ട് പഠിക്കുന്നതാണ്, നിരന്തരം ചോദിക്കാവുന്നതാണ്. അവശിഷ്ട അധികാരങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഏതാണ്? സൈബർ ലോ, സൈബർ നിയമമാണ്. വീണ്ടും PSCയുടെ ചോദ്യമാണ്, ലോകത്താദ്യമായി സൈബർ നിയമം നടപ്പിലാക്കിയ രാജ്യമേതാ? അത് അമേരിക്കയാണ്. ലോകത്താദ്യമായി സൈബർ നിയമം നടപ്പിലാക്കിയ രാജ്യം അമേരിക്കയാണ്. പിന്നീട് ഏഷ്യയിൽ ആദ്യമായി സൈബർ നിയമം നടപ്പിലാക്കിയ രാജ്യമേതാ? അത് സിംഗപ്പൂരാണ്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സൈബർ നിയമം നടപ്പിലാക്കിയ രാജ്യമേതാ? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമം ഏതാ? IT ആക്ട് 2000. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമം ഏതാ? IT ആക്ട് 2000 ആണ് എന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ടും സ്റ്റേറ്റ് ലിസ്റ്റിലെ എത്ര വിഷയങ്ങളെയാണ് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് 42-ാം ഭരണഘടനാ ഭേദഗതി വഴി മാറ്റിയത്? എത്ര വിഷയങ്ങളെ? 5 വിഷയങ്ങളെ. എത്ര വിഷയങ്ങളെ? 5 വിഷയങ്ങളെ. ഒന്ന് വിദ്യാഭ്യാസം, എപ്പോഴും ചോദിക്കുന്നതാണ്. ആ വിദ്യാഭ്യാസം താഴെ പറയുന്നവയിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഏത് ലിസ്റ്റിലാണ് നിലവിൽ? കൺകറൻറ്റ് ലിസ്റ്റ്. തുടക്കത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. പിന്നീട് 42-ാം ഭേദഗതി വഴി 5 വിഷയങ്ങളെ ഏത് ലിസ്റ്റിലേക്ക് മാറ്റി? കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. വിദ്യാഭ്യാസം. വനം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അളവു തൂക്ക സമ്പ്രദായം. പിന്നീട് വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം. സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം. പിന്നീട് ഈ 5 വിഷയങ്ങളെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഒന്ന് ഏതാണ്? വിദ്യാഭ്യാസമാണ്. 2 ഏതാണ്? വനമാണ്. 3 ഏതാണ്? അളവു തൂക്ക സമ്പ്രദായമാണ്. 4 ഏതാണ്? വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണമാണ്. 5 ഏതാണ്? സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണസമ്പ്രദായം. കറണ്ട് അഫയേഴ്സ് ഇന്ന് ഇവിടെ നിന്ന് ചോദിക്കാം, എഴുതി വെച്ചോ. സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആര്? പ്രസൻറ്റ് ചീഫ് ജസ്റ്റിസ് ആര്? അതാരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. പുതിയ നിയമനമാണ്, ജസ്റ്റിസ് സൂര്യകാന്ത്. ഇനി ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതിയുടെ കൊളീജിയം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ആരെയാണ്? പുതിയ ഹൈക്കോടതിയുടെ, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനാകാൻ പോകുന്ന വ്യക്തി ആരാണ്? ജസ്റ്റിസ് സൗമൻ സെന്നാണ്. ജസ്റ്റിസ് സൗമൻ സെന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ അവിടെ നിന്നും വരാം. 40ാമത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ആര് എന്ന് പറയുന്നത്? ജസ്റ്റിസ് സൗമൻ സെന്ന് എന്ന് പറയും. 40ാമത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇനി ചോദിക്കാം, സിക്കിം ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകാൻ പോകുന്ന മലയാളി ആര്? സിക്കിം ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകാൻ പോകുന്ന മലയാളി ആര്? ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് കുമാർ. പറയണമാരാണ്? ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് കുമാർ. ഇനി 42ാം ഭരണഘടനാ ഭേദഗതി വഴി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങളുടെ എണ്ണം
അപ്പോൾ ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 2 ഭാഗങ്ങൾ. ഒന്ന്, ഭരണഘടനയുടെ 4A എന്ന ഭാഗത്ത് ആർട്ടിക്കിൾ 51A പരാമർശിച്ചിട്ടുള്ള മൗലിക കർത്തവ്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ തന്ന ചോദ്യത്തിൽ ഓപ്ഷനിലുണ്ടായിരുന്ന ചോദ്യമാണ്. അതായത് 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങളുടെ എണ്ണം എത്ര? 2 ആണ്. ഒന്ന്, ഭരണഘടനയുടെ 4A എന്ന ഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മൗലിക കർത്തവ്യങ്ങൾ, അതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A. ഇനി ഭാഗം 14A പരാമർശിച്ചിരിക്കുന്ന ട്രൈബ്യൂണലുകൾ PSCയുടെ ചോദ്യമാണ്. ഭാഗം 14A പരാമർശിച്ചിരിക്കുന്ന ട്രൈബ്യൂണലുകളും പ്രധാനമായിട്ടും ഏത് ഭേദഗതി വഴി? 42ാം ഭേദഗതി വഴി കൂട്ടിച്ചേർക്കപ്പെട്ട ആശയമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. ഇനി ഈ ട്രൈബ്യൂണലുകളെ അതായത് അടിസ്ഥാന തലത്തിൽ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ആ ചാർട്ടാണ് സ്കൂൾ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അതേ ചാർട്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ട്രൈബ്യൂണലുകളെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. 2, മറ്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള ട്രൈബ്യൂണൽ. അപ്പോൾ ഒന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ്. മറ്റേത് എന്ന് ചോദിച്ചാൽ മറ്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള ട്രൈബ്യൂണലുകൾ. വീണ്ടും PSCയുടെ ചോദ്യം, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെ പറ്റി പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 323A. ഏതാണ്? ആർട്ടിക്കിൾ 323A. ഇനി മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണലുകളെ പറ്റി പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 323B. കൂടെ പറഞ്ഞ ഏതാണ്? ആർട്ടിക്കിൾ 323B. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുക. അപ്പോൾ കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിട്ട് പറയപ്പെടുന്നു. പിന്നീട് ഭൂനികുതി, പ്രധാനമായിട്ടും നികുതി സമ്പ്രദായം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ളതാണ് മറ്റ് ട്രിബ്യൂണലുകൾ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ ആർട്ടിക്കിൾ 323A മറ്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള ട്രിബ്യൂണലുകൾ ആർട്ടിക്കിൾ 323B. ഇനി അടുത്തത് 42ാം ഭേദഗതി വഴി മാറ്റം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ലോക്സഭ, സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്നിവയുടെ കാലാവധി, ഇത് അടുത്തും പ്രിലിംസ് പരീക്ഷകൾക്ക് ചോദിച്ചതാണ്, 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി ഉയർത്തിയ ഭേദഗതി. ഇപ്പോൾ ലോക്സഭയുടെ, സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി ഉയർത്തിയ ഭേദഗതി ഏത്? അത് പ്രധാനമായിട്ടും 42ാം ഭേദഗതിയാണ്. എന്നാൽ ലോക്സഭയുടെ, സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി കുറച്ച ഭേദഗതി, നിലവിൽ 5 വർഷമാണ് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി. അങ്ങനെ കുറച്ച ഭേദഗതി ചോദിച്ചാൽ ഉത്തരം പറയണം, അത് പ്രധാനമായിട്ടും 44ാം ഭേദഗതി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 44ാം ഭേദഗതിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 44ാം ഭേദഗതിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം, അതായത് പരീക്ഷകൾക്ക് ചോദിച്ചതാണ് കറണ്ട് ഫാക്സിൽ നിന്നും, എത്രാമത്തെ ലോക്സഭയാണ് നിലവിലുള്ളത്? എത്രാമത്തെ ലോക്സഭ? 18ാമത്തെ ലോക്സഭയാണ് നിലവിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. 18ാമത്തെ ലോക്സഭ. വീണ്ടും PSCയുടെ ചോദ്യം, 18ാമത് ലോക്സഭയുടെ നിലവിലെ സ്പീക്കർ ആരാ? ലോക്സഭാ സ്പീക്കർ ആരാ? അതും കറണ്ട് അഫയേഴ്സാണ്. ഓം ബിർള എന്ന് പറയുന്ന വ്യക്തി. ഓം ബിർളയാണ്. അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലം ഏതാ? അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലം അതും ചോദിച്ചുള്ളതാണ്, കോട്ട, രാജസ്ഥാൻ. കോട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ട ആണവ നിലയം പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ്, രാജസ്ഥാനിലാണ്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കക്രപ്പാറ, ഗുജറാത്തിലാണ്. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ അത്തരത്തിൽ പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ്, കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൂടംകുളം, തമിഴ്നാട്ടിലാണ്. കൂടംകുളം വീണ്ടും PSCയുടെ ചോദ്യമാണ്.
അതായത് കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇന്ധനമേത സമ്പുഷ്ട യുറേനിയം എൻറിച്ച്ഡ് യുറേനിയമാണ്. യുറേനിയം എന്ന മൂലകം കണ്ടെത്തിയതാര? യുറേനിയം എന്ന മൂലകം മാർട്ടിൻ ക്ലപ്രോത്താണ്. ആരെയെന്ന് ചോദിച്ചാൽ മാർട്ടിൻ ക്ലപ്രോത്ത്. യുറേനിയത്തെ ആദ്യമായി വേർതിരിച്ചതാര? യൂജിൻ പെലിഗോട്ടാണ്. ആദ്യമായി ഫസ്റ്റ്ലി ഡിഫറൻഷിയേറ്റഡ് ബൈ യുറേനിയത്തെ ആദ്യമായി വേർതിരിച്ചത് യൂജിൻ പെലിഗോട്ടാണ്. ഓർ ഓഫ് യുറേനിയത്തിൻ്റെ അയിരേത? ഓർ ഓഫ് യുറേനിയം എന്നറിയപ്പെടുന്നത് പിച്ചുബ്ലൻഡാണ്. കൂടെ പറഞ്ഞ ഏതാണ്? പിച്ചുബ്ലൻഡ്. അപ്പോൾ ഓർ ഓഫ് യുറേനിയം പിച്ചുബ്ലൻഡാണ്. ഓക്സൈഡ് ഓഫ് യുറേനിയം എന്നറിയപ്പെടുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ യെല്ലോ കേക്ക്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഓക്സൈഡ് ഓഫ് യുറേനിയം എന്നറിയപ്പെടുന്നത് യെല്ലോ കേക്കാണ്. അപ്പോൾ ഓർസൊക്കെ നിരന്തരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ഓർ ഏതാണ്? അലൂമിനിയം ബോക്സൈറ്റ് ക്രയോലൈറ്റ്. അയണിൻ്റെ ഓറുകൾ ഏതൊക്കെയാണ്? അയൺ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ് ആണ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ് ആണ്. മെർക്കുറിയുടെ ഓർ ഏതാണ്? മെർക്കുറി സിന്നബറാണ്. മെർക്കുറിയുടെ ഓറ് സിന്നബറാണ്. സിങ്കിൻ്റെ ഓർ ഏതാണ്? കലാമിനാണ്. കോപ്പറിൻ്റെ ഓർ ഏതാണ്? കോപ്പർ മാലക്കൈറ്റാണ്. ലെഡിൻ്റെ ഓർ ഏതാണ്? ലിത്താർജ് ഗലീനയാണ്. മാംഗനീസിൻ്റെ ഓർ ഏതാണ്? പൈറോലുസൈറ്റാണ്. സിൽവറിൻ്റെ ഓർ ഏതാണ്? സിൽവർ അർജൻറ്റൻ്റാണ്. ടൈറ്റാനിയത്തിൻ്റെ ഓർ ഏതാണ്? ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈലാണ്. പറഞ്ഞ ഏതാണ്? ഇൽമനൈറ്റ് റൂട്ടൈൽ. തോറിയത്തിൻ്റെ ഓർ ഏതാണ്? തോറിയം മോണോസൈറ്റാണ് തോറിയത്തിൻ്റെ ഓർ. അപ്പോൾ ഈ ഓർസുകളുമായി ബന്ധപ്പെട്ടൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് പരീക്ഷകൾക്ക് എന്നുള്ളതാണ്. അപ്പോൾ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പാഠപുസ്തകം, മുൻവർഷ ചോദ്യങ്ങൾ വിത്ത് കറണ്ട് ഫാക്ട്സിനെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്നും ചോദ്യങ്ങളുണ്ടാവും അടുത്ത പരീക്ഷകൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾ ക്ലാസ് കൃത്യമായി കണ്ടു മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആ ടെലഗ്രാം ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ തുടർച്ചയായുള്ള ക്ലാസ് വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലാസ് ഇഷ്ടമായാൽ ക്ലാസ്സിലെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് 42ാം ഭേദഗതി കഴിഞ്ഞുള്ള 44ാം ഭേദഗതി ചർച്ച ചെയ്യാം. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ താങ്ക് യു.